അടുത്തുള്ള എല്ലാ വീട്ടുകാരായാലും എല്ലാവരും പോകുന്നവരായാലും എപ്പോഴും ആ ചെടിയുള്ള വീട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. എപ്പോഴും പിന്നെ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഇത്രയും പൂക്കളൊക്കെ പിടിപ്പിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സാധാരണ ഒരാൾ ഒരു പൂ കണ്ടുകൊണ്ട് ചിലപ്പോൾ ഗാർഡനിൽ നിന്ന് നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വെക്കും. പക്ഷേ ആ ആദ്യത്തെ പൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടിപ്പിച്ച് പൂക്കൾ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടണം. പിന്നെ നമ്മുടെ ആ ക്ലൈമറ്റുമായിട്ട് അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള വളങ്ങൾ ചെയ്ത് അതിനെ നമ്മളെ മക്കളെ നോക്കുന്ന പോലെ നോക്കി വളർത്തിയാൽ മാത്രമേ ഇത്രയും പൂക്കൾ പിടിച്ച് കിട്ടൂ. അപ്പോൾ എല്ലാവരും വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഇവിടുന്ന് തൈകളും കമ്പുകളും ഒക്കെ വാങ്ങിയിട്ട് പോകാറുണ്ട്. പക്ഷേ പലരും കൊണ്ടുപോയിട്ട് വെച്ചിട്ട് പിടിക്കുന്നില്ല എന്നുള്ള ഇതായിട്ട് വരും. എന്നുവെച്ചാൽ അവർ അതിന് അത്രയും കെയറിങ് കൊടുക്കാത്തത് കാരണമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഇവിടെ സ്പേസ് ഒത്തിരി കുറവാണ്. നമുക്ക് വണ്ടി ഇടാൻ 2 വണ്ടി ഇടാനുള്ള സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ ഞാനിപ്പം മാക്സിമം ചെടികൾ വെച്ച് കവർ ചെയ്തേക്കാം. ഇത് കണ്ടോ നിങ്ങൾ, അകത്തോട്ട് കയറുന്ന വഴിയുടെ സൈഡിൽ വരുന്നുണ്ട്. അപ്പം ഈ ചെടികളോട് അത്ര ഇഷ്ടമല്ലാത്ത ആൾക്കാർ വരുമ്പോൾ ഉണ്ടല്ലോ എന്നെ ഒരുപാട് കുറ്റം പറയും കേട്ടോ. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ നിറച്ച് വെച്ചേക്കുന്നത്, ഇതിനകത്തൊക്കെ പാമ്പ് കയറി ഇരിക്കില്ലേ, നിങ്ങൾക്ക് അതൊക്കെ അപകടമല്ലേ, പിന്നെ ഇവിടെ ഒട്ടും സ്പേസ് ഇല്ല, ഇത് എന്തിനാ ഇത്രയൊക്കെ ചെടികൾ ഇങ്ങനെ നിറച്ച് വെച്ചേക്കുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞങ്ങൾക്കതൊരു മാനസിക സന്തോഷമാണ് കേട്ടോ ഇത് കാണുമ്പോൾ. ഇന്ന് ഇഷ്ടമുള്ളവർ വരുമ്പോൾ ഉണ്ടല്ലോ അവർ പറയും കുറച്ചും കൂടെ വെക്കാൻ പറയും.